അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് അലീന, സോൺ ട്രിവാൻഡ്രം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗോഡ് എക്സ്പീരിയൻസ് അലീനയുടെ നിന്ന് കേൾക്കാം. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അലീന. ഞാൻ കർത്താവിനെ കാര്യമായിട്ട് വ്യക്തിപരമായി അനുഭവിക്കുന്നത് എൻ്റെ കോളേജ് പഠനകാലത്താണ്. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് കോളേജിൽ വന്നാണ് ജീസസ് യൂത്ത് എന്നൊരു മൂവ്മെൻറ്റുമായിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു ജീസസ് യൂത്ത് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കുടുംബ പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം യാന്ത്രികമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തിനാ ഇത്ര അരമണിക്കൂർ 1 മണിക്കൂർ കുടുംബ പ്രാർത്ഥന? എന്തിനാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത്? ഇതൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പറയുന്നു ചെയ്യുന്നത് ഒരു യാന്ത്രികമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഞാനൊരു ജീസസിന്റെ ഒരു റിട്രീറ്റ് കം ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് കൂടാൻ ഇടയായി. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്ത് ആ ഒരു സമയത്ത് എനിക്കൊരു സ്ട്രോങ് കൺവിക്ഷൻ കിട്ടി. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു സ്ട്രോങ് കൺവിക്ഷൻ കിട്ടിയതാണ്. അതായത് എന്നെ കർത്താവ് വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാത്തിനുപരിയായിട്ട് ഞാൻ എന്ന വ്യക്തിനെ എൻ്റെ യുണീക്നെസ്സോടെ സൃഷ്ടിച്ച കർത്താവ് വ്യക്തിപരം സ്നേഹിക്കുന്നുള്ള ബോധ്യം കിട്ടിയൊരു റിട്രീറ്റ് ആയിരുന്നു അത്. അതിനുശേഷം കൂടുന്ന ആരാധനകളിലും കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ഈശോ എന്നെ എങ്ങനെയാണോ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിപരമായ എക്സ്പീരിയൻസ് കിട്ടിയ മൊമെൻറ്റ്സ് ആയിരുന്നു ആ ഒരു ജേണി. അതിൽ തുടങ്ങിയ എനിക്ക് കിട്ടിയ ഒരു ഈശോയുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുകൊടുക്കാനാണ് ഇന്ന് ഇവിടെ ജാഗോയിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ജാഗോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഫുൾ ഒരു വൈബ്, ഒരു അടിച്ചുപൊളി, ഡാൻസ്, പാട്ട്, DJ, അതുപോലത്തെ പല അടിപൊളി സംഭവങ്ങളും. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ഇവിടെ ക്രിസ്തുവായിട്ട് എങ്ങനെയാണ് നമുക്ക് ലൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് അതെങ്ങനെ നമ്മളതെല്ലാം ക്രിസ്തുവായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് എന്ന്. നമ്മളിവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി ക്രൗഡ് എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. ഇവിടെ കാണുന്ന എല്ലാം ഡാൻസും പാട്ടും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡിൽ നിന്ന് നോക്കുമ്പം എല്ലാവരും ഭയങ്കര ആഘോഷമായ ഡാൻസും പാട്ടും കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പം അവരുടെ എല്ലാവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്നുള്ള ആനന്ദത്തിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരുടെ എല്ലാവരും സ്പെഷ്യാലിറ്റി ഈശ്വരനുള്ള സ്നേഹത്തിൽ പ്രതിയാണ് നമ്മൾ ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ബൈബിളിൽ കാണിക്കുന്ന ദാവീദ് കിന്നരം വീട്ടി പാടുന്ന പോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ യുവജനങ്ങൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ പ്രതി പാട്ടും ഡാൻസും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് അലീന. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇനിയും നല്ലൊരു ഗോഡ്ലി എക്സ്പീരിയൻസ് കിട്ടട്ടെ. അപ്പോൾ അടുത്ത ജാഗോ വെച്ച് നമുക്ക് കാണാം. അതുവരെ ജാഗോ.